അർമേനിയൻ അപ്പോസ്തോലിക് സഭയുടെ പരമാധ്യക്ഷൻ കാതോലിക്കോസ് കരേക്കിൻ രണ്ടാമനെതിരെ അർമേനിയൻ സർക്കാർ ക്രിമിനൽ കേസെടുത്തു. കേസിനെ തുടർന്ന് അദ്ദേഹത്തിന് രാജ്യത്തിന് പുറത്തു പോകുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സഭയും സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകൾ ദുരുപയോഗം ചെയ്തുവെന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് കാതോലിക്കോസ് കരേക്കിൻ രണ്ടാമനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് സഭയുമായി അടുത്ത വൃത്തങ്ങൾ ആരോപിക്കുന്നു. അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിനിയന്റെ നയങ്ങളെ കരേക്കിൻ രണ്ടാമൻ നിരന്തരം വിമർശിച്ചിരുന്നു. സഭയുടെ ആസ്തികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കവെയാണ് അർമേനിയൻ പാത്രിയാർക്കീസിന് മേൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ സഭയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ആശങ്കയുണ്ട്. സർക്കാരിന്റെ ഈ നടപടി മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപിച്ച് വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അസർബൈജാനുമായുള്ള അതിർത്തി തർക്കങ്ങളിലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലും സഭ സ്വീകരിച്ച നിലപാടുകൾ സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സഭകളിലൊന്നാണ് അർമേനിയൻ അപ്പോസ്തോലിക് സഭ. സഭയുടെ പരമാധ്യക്ഷനെതിരെയുള്ള ഈ നീക്കം രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും. കാതോലിക്കോസ് കരേക്കിൻ രണ്ടാമനെ നീക്കം ചെയ്യണമെന്ന് സർക്കാർ പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഫോറം ഫോർ റിലീജിയസ് ഫ്രീഡം യൂറോപ്പ് പ്രസ്താവനയിൽ പറയുന്നു. ഈ നടപടികൾ സഭയുടെ സ്വയംഭരണത്തിൽ അഭൂതപൂർവമായ ഭരണകൂട ഇടപെടലിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും മതസ്ഥാപനങ്ങളെ കീഴ്പ്പെടുത്തുവാനുള്ള സോവിയറ്റ് കാലഘട്ടത്തിലെ തന്ത്രങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നുവെന്നും വക്താക്കൾ മുന്നറിയിപ്പ് നൽകുന്നു. വരും ദിവസങ്ങളിൽ സഭയുടെ ഔദ്യോഗിക പ്രതികരണമുണ്ടാകുമെന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.